ചട്ടപ്രകാരം പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ തട്ടിക്കയറുകയും സർവീസ് പാരിതോഷികം വെച്ചിട്ടുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത യുവ MLA-യുടെ ധാർഷ്ട്യത്തിന് വോട്ടർമാർ മറുപടി നൽകുമോ? ഞങ്ങളുടെ പരാതി എന്താണ്? അവരുടെ പ്രവൃത്തി, അവരുടെ ഡ്യൂട്ടി പൂർണ്ണമായും ചെയ്തില്ല എന്നുള്ളതാണ് പരാതി. എന്നിട്ട് MP-യും MLA-യും നിരന്തരം അവരോട് പറയുന്നത് നിങ്ങൾ പരിശോധിക്കൂ എന്നാണ്. അതിന് തയ്യാറാവാത്ത ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ ആ സർവീസ് പരിശോധിക്കാതിരുന്ന ഉദ്യോഗസ്ഥരോടുള്ള പ്രതിഷേധമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പ്രകടിപ്പിച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ നേതാക്കളും, അനിൽകുമാർ കടന്നുപോയി, MP കെ രാധാകൃഷ്ണൻ കടന്നുപോയി, അബ്ദുൽ വാഹിദ് MP കടന്നുപോയി, ഇവരുടെ എല്ലാം വാഹനങ്ങൾ ഇങ്ങനെ ഡിക്കി തുറന്ന് പരിശോധിച്ചല്ലേ കടന്നു പോകുന്നത്. അവർക്കൊന്നുമില്ലാത്ത ബുദ്ധിമുട്ട് എന്താണ് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും മാത്രം? തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനോട് സർവീസ് പാരിതോഷികം ഞാൻ തരാമെന്ന് പ്രതിപക്ഷത്തിലെ ഒരു യുവ MLA പറയുകയാണ്. അതിന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ TP അഷ്റഫ് അലി? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് ഈ സർവീസ് പാരിതോഷികം? ഇന്ന് അതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താങ്കൾ കേട്ടോ? ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതിനുള്ള പാരിതോഷികം ജനങ്ങൾ നൽകും എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ.